ക്ഷേത്രങ്ങളുടെ നാടാണ് ഇന്ത്യ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഇത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ റോബിൻസ്വിൽ എന്ന സ്ഥലത്താണ്. സ്വാമിനാരായൺ അക്ഷർധാം ടെമ്പിൾ 180 ഏക്കർ സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ക്ഷേത്രാചാരങ്ങളും തനിമയും വാസ്തുവിദ്യയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഡൽഹിയിലെ അക്ഷർധാം പോലെ ഇവിടെയും വിനോദസഞ്ചാരികൾ തന്നെയാണ് മെയിൻ വിസിറ്റേഴ്സ്. എന്നാൽ ഭക്തിയോടും ആത്മീയതയോടും കൂടി വരുന്ന ബാപ്സ് ഡിവോട്ടീസ് ധാരാളമുണ്ട്. കൃത്യമായ പൂജയും സത്സംഗം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മൂർത്തിയും പൂജാരീതിയും ഒന്നും അല്ല എങ്കിലും നോർത്ത് ഇന്ത്യൻ കൾച്ചർ, അതായത് ഇസ്കോൺ ടെമ്പിളിലും ബിർല മന്ദിറിലും ഒക്കെ കാണുന്നത് പോലെ നാട്ടിലെ ഡൽഹിയിലെ അക്ഷർധാമും ഗുജറാത്തിലെ അക്ഷർധാം അതേ രീതി, സെയിം രീതിയാണ് ഇവിടെയും. 12 വർഷങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായത്. ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ഈ ഹാളിൻ്റെ ഉള്ളിൽ മാത്രമേ ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടുള്ളൂ. തടിയിലെ കൊത്തുപണികൾ കൊണ്ടാണ് ഇതിനകം അലങ്കരിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ദീപങ്ങളാണിവ. സ്വാമിനാരായൺ അനുയായികളായ ബാപ്സ് ഡിവോട്ടീസാണ് അക്ഷർധാം ടെമ്പിളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇത് നിയന്ത്രിക്കുന്നതും. വോളണ്ടറി വർക്കാണ് അവർ ചെയ്യുന്നത്. ഹിന്ദുമതം വിശ്വസിക്കുന്നത് പോലെ കൃഷ്ണനും രാധയും, രാമനും സീതയും, ശിവനും പാർവതിയും, ഗണേശ്ജിയും തുടങ്ങിയ മൂർത്തികളെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും സ്വാമിനാരായണൻ്റെ പ്രതിമയും പ്രധാന മൂർത്തിയായി തന്നെ ഉണ്ട്. സ്വാമി ഗുരു അല്ല, ദൈവം തന്നെയാണ് എന്നാണ് ബാപ്സ് അനുയായികളുടെ വിശ്വാസം. മെയിൻ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. വാസ്തുശാസ്ത്രവും ശില്പകലയും ഒത്തൊരുമിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു മനോഹര സൗധം. മെയിൻ ക്ഷേത്രം മാർബിൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ ശില്പങ്ങളല്ലാതെ മറ്റൊന്നും കാണാനില്ല. അതായത് ചുവരുകളും പില്ലറും റൂഫും എല്ലാം തന്നെ ശില്പങ്ങളാണ്. മാർബിളിൽ ഫൈൻ ഫിനിഷ്ഡായ ശില്പങ്ങൾ. ക്ഷേത്രത്തിൻ്റെ മുൻപിലെ സ്വർണ്ണ നിറത്തിലുള്ള സ്വാമിനാരായൺ പ്രതിമ തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. മറ്റൊരു കാര്യം, ഇവിടുത്തെ ക്യാൻറ്റീനിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ ദേശി ഫുഡ് അവൈലബിൾ ആണ്. കുട്ടികളും മുതിർന്നവരും ഒത്തൊരുമിച്ച് പ്രതിഫലിച്ച് കൂടാതെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ താങ്ങി നിർത്തുന്നു. അതിൻ്റെ ഒരു സിമ്പിളാണിത്. വെള്ള മാർബിളിൽ അത്യാധുനിക കർവിംഗ് മെഷീനുകളുടെ സഹായത്തോടെ നിർമ്മിച്ച മഹാസൗധം. പല നിറത്തിലുള്ള ഇലക്ട്രിക് ലൈറ്റുകളുടെ ക്രമീകരണങ്ങളും കൂടിയാകുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും വിധം മനോഹരമാണ് ഇതിൻ്റെ ഉൾവശം. അകവും പുറവും ഒരുപോലെ. നെവാർക്ക് എയർപോർട്ടിൽ നിന്നും 40 മിനിറ്റ് ഡ്രൈവുണ്ട് ഇവിടേക്ക്. സൗകര്യമുള്ളവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്.